ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോയുടെ ടൈറ്റിൽ സത്യത്തിനായി നിലകൊള്ളൂ. ടു കിൽ എ മോക്കിംഗ് ബേർഡ് നൽകുന്ന ആഴമുള്ള ജീവിത പാഠങ്ങൾ. ലോകം മുഴുവൻ നിങ്ങളെ തെറ്റായി വിധിക്കുമ്പോൾ, നിങ്ങൾ മാത്രം സത്യം അറിയുമ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? പിന്തിരിയുമോ, അല്ലെങ്കിൽ സത്യത്തിനായി ഒറ്റയ്ക്കെങ്കിലും പോരാടുമോ? ഇതൊരു സാധാരണ കഥയല്ല, ഒരു മനുഷ്യൻ്റെ മനസാക്ഷിയുടെ കഥയാണ്. ടു കിൽ എ മോക്കിംഗ് ബേർഡ്, ഹാർപ്പർ ലീയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡ് ഇതൊരു മഹത്തായ കൃതിയാണ്. ഈ കൃതി നമ്മെ ഒരു ചെറിയ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ പട്ടണത്തിൽ വർഗീയതയും അനീതിയും നിറഞ്ഞ ഒരു സമൂഹമാണ്. സ്കൗട്ട് എന്ന കുഞ്ഞ പെൺകുട്ടിയുടെ കണ്ണുകൾ വഴി നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യങ്ങൾ പഠിക്കുന്നു. ഈ കഥ നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ ശരി ഏതാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കൃതിയുടെ സെക്ഷൻ 1 നീതി, സ്റ്റാൻഡിങ് ഫോർ ജസ്റ്റിസ്. അറ്റിക്കസ് ഫിഞ്ച് ഒരു അഭിഭാഷകൻ മാത്രമല്ല, ഒരു പിതാവും ഒരു ധാർമ്മികതയുടെ പ്രതീകവുമാണ്. എല്ലാവരും എതിർക്കുമ്പോഴും അദ്ദേഹം ഒരു നിരപരാധിയായ മനുഷ്യനെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന് അറിയാം ഈ പോരാട്ടം ഞാൻ ജയിക്കില്ല എന്ന്. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നു, ഞാൻ പോരാടും, കാരണം ഇത് ശരിയാണ്. ഇതിൻ്റെ ലൈഫ് ലെസൺ എന്ന് പറഞ്ഞാൽ, വിജയം ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിജയിക്കില്ല എന്നറിയുമ്പോഴും, വിജയം ഉറപ്പില്ലാത്തപ്പോഴും ശരി ആയതിനായി നിലകൊള്ളുക. അതാണ് യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത്. ഈ കൃതിയുടെ സെക്ഷൻ 2 സഹാനുഭൂതി, ദ പവർ ഓഫ് എമ്പതി. അറ്റിക്കസ് സ്കൗട്ടിനോട് ഒരു വലിയ പാഠം പറയുന്നു. മറ്റൊരാളുടെ ചെരുപ്പിൽ കയറി നടക്കാൻ ശ്രമിക്കൂ. നമ്മൾ പലപ്പോഴും വിധിക്കുന്നു, പക്ഷേ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒരു വ്യക്തിയുടെ കഥ നമ്മൾ അറിയാതെ അവരെ നമ്മൾ തെറ്റായി കാണുന്നു. അപ്പോൾ സഹാനുഭൂതി, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവർ ഒരിക്കലും ചെറുതാവില്ല. സെക്ഷൻ 3 ധൈര്യം, റിയൽ കറേജ്. ധൈര്യം എന്നത് എല്ലായ്പ്പോഴും യുദ്ധമല്ല, അല്ലെങ്കിൽ വലിയ വിജയങ്ങളുമല്ല. അറ്റിക്കസ് നമ്മോട് പറയുന്നു, നീ തോൽക്കും എന്നറിഞ്ഞിട്ടും നീ തുടങ്ങുന്നത് തന്നെയാണ് ധൈര്യം. ഭയമുണ്ടെങ്കിലും മുന്നോട്ട് പോവുക, അതാണ് യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത്. സെക്ഷൻ 4, ഈ കൃതിയുടെ സെക്ഷൻ 4 നിരപരാധിത്വം, ദ മോക്കിംഗ് ബേർഡ് സിംബൽ. മോക്കിംഗ് ബേർഡ് ഒരു പക്ഷി എൻ്റെ പ്രതി. അത് ഒരിക്കലും ആർക്കും ഒരു ദോഷം ചെയ്യാത്തൊരു പക്ഷിയാണ്. അത് പാട്ടുപാടും, മറ്റുള്ളവർക്ക് സന്തോഷം പകരും. ഈ കഥയിൽ ആ മോക്കിംഗ് ബേർഡ് എന്നത് നിരപരാധിത്വത്തിൻ്റെ പ്രതീകമാണ്, സിംബലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നന്മ മാത്രം ചെയ്യുന്നവരെ സംരക്ഷിക്കുക, അവരെ വേദനിപ്പിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഈ കൃതിയുടെ സെക്ഷൻ 5 സമൂഹവും അനീതിയും, ഫേസിങ് റിയാലിറ്റി. ഈ കഥ നമ്മോടൊരു കഠിന സത്യം പറയുന്നു. സമൂഹം എല്ലായ്പ്പോഴും നീതിയുള്ളതല്ല. പലപ്പോഴും ജനങ്ങളുടെ അഭിപ്രായം സത്യത്തെ മറയ്ക്കും. പക്ഷേ ഒരാൾ സത്യം പറയാൻ ധൈര്യം കാണിച്ചാൽ അത് മാറ്റത്തിൻ്റെ
ഒരു തുടക്കമാവുകയും ചെയ്യും. അതുകൊണ്ട് ലോകം തെറ്റായിരിക്കുമ്പോൾ നിങ്ങൾ ശരിയായിരിക്കുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, എല്ലാവരും നിങ്ങളെ എതിർക്കുന്നു, പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ ശരിയാണെന്ന്. അപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തെളിയുന്നത്. അറ്റിക്കസ് പിഞ്ച് പോലെ ആകൂ നിങ്ങളെല്ലാവരും. ഭയപ്പെടാതെ സത്യം പറയൂ, കരുണ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഈ കൃതിയിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ വലിയ അവസരങ്ങൾ വേണ്ട. ഒരു ചെറിയ തീരുമാനം മതി. ഞാൻ ശരിയാണ്, ശരിയായത് ഞാൻ തിരഞ്ഞെടുക്കും, നീതി തിരഞ്ഞെടുക്കൂ, കരുണ തിരഞ്ഞെടുക്കൂ, ധൈര്യം തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം കാരുണ്യം, ചിന്ത, ഒരു തീരുമാനം, ഇത് നിങ്ങളെ ജീവിതം